ഹായ്. സോ മാർക്കോ ഫസ്റ്റ് ഒരൊറ്റ ടീസറും കൊണ്ട് വേറെ ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിൻ്റെ കുറേ പോസ്റ്ററുകളും കുറേ സംഭവങ്ങളൊക്കെ വരുന്നത് എൻ്റെ ഒരു സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇമാതിരി ഐറ്റം ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. തല പറിക്കണ്, തല കൈ പിടിച്ച് തൂക്കി നടക്കണ്, നാവല്ല ചെവി കടിച്ച് പറിക്കണ്, ചോരക്കളി. അങ്ങനെ മലയാളത്തിൻ്റെ ഒരു മിനി ജോൺ വിക്ക് പോലെ തോന്നിക്കാവുന്ന രീതിയിൽ ഒരു പ്രസൻറ്റേഷനാണ് അവർ ആ ഒരു സിംഗിളിലൂടെ അല്ലെങ്കിൽ ടീസറിലൂടെ നമുക്ക് തന്നിട്ടുള്ളത്. സോ മാർക്കോ ഫസ്റ്റ് ബ്ലഡ് സോങ് പാടിയിരിക്കുന്നത് ഡാബ്സിയാണ്. പിന്നെ രവി ബസ്രൂർ. അയ്യോ BGM എന്തോന്നടേ കണ്ടു നോക്കാം. റെഡി. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ എന്നാ പറഞ്ഞത്. ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ. ആ വരിയിൽ തന്നെ ഉണ്ട് ചെറുക്കൻ എന്താണ് കാണിക്കാൻ പോണത് എന്നുള്ളത്. എനിക്ക് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുമ്പോഴേ ആളുടെ അത് ഒറ്റയടിക്കുള്ള ഒരു എങ്ങനെ പറയാ, ഓരോ സ്റ്റെപ്പ് മെല്ലെ മെല്ലെ കയറി വന്ന് അങ്ങനെ ഒരു കയറ്റുണ്ട്. പക്ഷെ എനിക്ക് ഉണ്ണി മുകുന്ദൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണോ, ആള് നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യണം. പക്ഷെ ഇത് ഒറ്റടിക്കൊരു കയറ്റം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് സിനിമ ഈ കാണുമ്പോൾ. സിനിമ എന്താവും എന്നുള്ളത് നമുക്ക് ട്രെയിലറോ പാട്ടോ അല്ലെങ്കിൽ ടീസറോ സംഭവങ്ങളോ കണ്ടുകൊണ്ട് മാത്രം ഉറപ്പിക്കാൻ കഴിയില്ല. അത് സിനിമ തന്നെ കാണാം. 2-2.5 മണിക്കൂറിലെ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ പോലും ഒരു വമ്പൻ ഹൈപ്പ് ഉണ്ണിമുന്തിനെ സംബന്ധിച്ചോളം ഇതിൽ കിട്ടുന്ന ഹൈപ്പ് ഭയങ്കര. അതൊരൊറ്റ ടീച്ചർ അവനെ പണിയെടുത്തുകൊണ്ടാണ്, അല്ലാതെ വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല. അവർ പറയുന്ന പോലെ മലയാളത്തിലെ ദി മോസ്റ്റ് വയലന്റ് സിനിമ, വൺ ഓഫ് ദി അല്ല പറയുന്നത്, ദ മോസ്റ്റ് വയലന്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും വയലന്റ്, അത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ എന്നവർ ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാ സാധനമുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടനൊക്കെ പറഞ്ഞ ഡയലോഗ് കാര്യങ്ങൾ ഒക്കെ പൊളിയായിരിക്കും. പിന്നെ ഈ പാട്ടിൻ്റെ പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, ഞാനിത് ആലോചിച്ച മൊത്തം അതാ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ, അതായത് ഇതിലെ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു അത്രയും ഒരു വയലന്റ് പോർഷൻ ശരിക്കും കാണിച്ചിട്ട് ആ സമയത്ത് ഇയാളിങ്ങനെ വരുന്ന സമയത്താണ് ഈ പാട്ട് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും. പുള്ളി ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ലുക്ക് കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ ഇതിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രവി ബസ്രൂർ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് പാട്ടിലെ. ഓക്കെ, ഡാബ്സിയുടെ വോയിസിന്റെ ആ ഗുമ്മും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഈ പാട്ട് മറ്റുള്ള പാട്ടുകളും അത്ര ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ റേഞ്ച് മാറുകയാണ്. അത് ചില സ്ഥലത്തൊക്കെ, അത് പ്രത്യേകിച്ച് ആ മ്യൂസിക് ഉണ്ടല്ലോ, അത് ഭയങ്കര രസം. നമ്മളത് മിഖായിൽ ശരിക്കും ആ പുള്ളി ഇങ്ങനെ വരുമ്പോഴുള്ള ചെറിയൊരു ലൈറ്റ് വേർഷനെ കണ്ടുള്ളൂ. ഇതിലേക്ക് അതിങ്ങനെ കറക്റ്റ് ആഡ് ചെയ്തിട്ട് അവിടെ തന്നെ ഈ ആണായി പിറന്നോനെ സാധനമൊക്കെ ഒരു ദൈവം പാതി സാത്താനൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നല്ല സൂപ്പർ സാധനമായിട്ട് ഫീൽ ചെയ്യുന്നത്. എനിക്കിവിടെ ഫസ്റ്റ് ഇതിൻ്റെ പാട്ടിങ്ങനെ തുടങ്ങുന്ന സമയത്ത് മാർക്കോടെ കാലിങ്ങനെ വെക്കുന്ന സമയത്ത് ചോര ഇങ്ങനെ തെറിക്കുന്നതാണല്ലോ സ്ലോയിൽ ഇങ്ങനെ ഒരു ആനിമെ കാണിച്ചു. ആനിമെ എന്ന് പറയുന്നില്ല, അനിമേഷൻ പോലെ ഇങ്ങനെ കാണിച്ചൊരു സാധനം, അതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുൾ ചോരക്കളി. ഈ സിനിമയ്ക്ക് പോകുന്ന ആളുകൾ അത് മനസ്സിലാക്കി ഉറപ്പിച്ചു പോവുക, ഇതൊരു ചോരക്കളി ആവാനാണ് സാധ്യത. മാർക്കോയുടെ വില്ലനിസം നമ്മൾ മിഖായിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു വില്ലന്റെ ഹീറോയിസം നമ്മൾ കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ. പിന്നെ 7:2 സാധനം വരാണ്ട്, കിസുക്കി. മറ്റൊരു ഉണ്ടാവാമോ അത് വേറെ എന്തായിരിക്കും എന്നാ അറിയില്ല. പക്ഷെ ചെക്കൻ ഉണ്ടെങ്കിൽ ചെക്കൻ പൊളിക്കും അല്ലു അർജുൻ. പുഷ്പ 2 വെയിറ്റിംഗ് ഉള്ളവർ കമന്റിൽ രേഖപ്പെടുത്തുക. റിയാക്ഷൻ നമ്മൾ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ